ഭൂത് ബംഗ്ല, അക്ഷയ് കുമാർ, പ്രിയദർശൻ, ഒരു കൾട്ട് കോംബോയുടെ റീയൂണിയൻ. അങ്ങനെ ഒറ്റ വാക്കിൽ പറയാം ഭൂത് ബംഗ്ലയെ. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡ് ഹൊറർ കോമഡി ജേർണറിൽ പരീക്ഷിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അതേപോലെ തന്നെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം. കഥയാണെങ്കിലും അതിൻ്റെ ഒരു കഥാപരിസരമാണെങ്കിലും എല്ലാം അതേപോലെ തന്നെ. പിന്നെ അക്ഷയ് കുമാറിനെ കൂടാതെ പരേഷ് റാവൽ, തബു, യാഷ്പാൽ യാദവ്, വമിക ഗബ്ബി, പിന്നെ ദ ഗ്രേറ്റ് അസ്രാനി സാബ് തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിലുള്ളത്. അവരെല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ആ ഒരു രസം. ഞാൻ ഹിന്ദി സിനിമകൾ ഒരുപാട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒന്നിച്ചൊരു സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ കണ്ട ഒരുപാട് പേര്, പ്രത്യേകിച്ച് മലയാളികൾ പറയുന്ന കേട്ടായിരുന്നു ഈ സിനിമയിലെ കോമഡികളൊന്നും വർക്കായില്ല, നമ്മുടെ മലയാളത്തിലെ കുറേ കോമഡികൾ കൊണ്ട് ചളിയാക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പ്രിയദർശൻ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്തെങ്കിലും പുള്ളി എവിടെന്നെങ്കിലും കൊണ്ടുവരും. ഇപ്പോൾ ഇതിനകത്ത് കഥ പടത്തിൻ്റെ ഒരു സിനിമയുടെ റീമേക്കൊന്നുമല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു മറന്നിട്ടുള്ള ഏതൊക്കെയോ ഒരു കഥ ഹൊറർ കോമഡി സിനിമകളോട് ഒരു സാമ്യം തോന്നുന്നുണ്ട്. പിന്നെ ചില മലയാളത്തിലെ കോമഡി സിനിമകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളുടെ മറ്റ് ചില സംവിധായകരുടെ സിനിമകളിലെ കോമഡി സീനുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ നടന്മാർ ചെയ്യുന്ന അത്രയും വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവരുടെയൊക്കെ പ്രൈം ടൈമിൽ, അക്ഷയ് കുമാറിൻ്റെയൊക്കെ പരേഷ് റാവലിൻ്റെയൊക്കെ പ്രൈം ടൈമിലും മോഹൻലാലും മുകേഷും ഒന്നും ചെയ്ത പോലെ ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോൾ നമ്മൾ അയ്യോ അവർ ചെയ്ത് അത്ര ആയില്ല, ചളിയാക്കി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ഒഫൻറ്റീവ് ആയേക്കാം. പ്രിയദർശൻ മോഹൻലാൽ ഇവിടുത്തെ ഐക്കണിക് കൂട്ടുകെട്ടാണ്. ഇവർ രണ്ടുപേരും പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അതിൽ മോഹൻലാലിൻ്റേതായിട്ടുള്ള ചില മാനറിസങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് കൂട്ടുകെട്ടി വന്ന പല സിനിമകളിലും, അത് ഗീതാഞ്ജലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അറബിയോട്ടോ ആയിക്കോട്ടെ, അങ്ങനത്തെ സിനിമകളിൽ മോഹൻലാൽ തന്നെ ചെയ്യുമ്പോൾ അങ്ങ് വർക്കാവാണ്ട് പോകാറുള്ളതാണ്. അപ്പോൾ അത് ആരുടെ സമയത്ത് അക്ഷയ് കുമാറാണെങ്കിലും മോഹൻലാലാണെങ്കിലും പ്രിയദർശനാണെങ്കിലും അവരുടെ പ്രൈം ടൈമിൽ ചെയ്തു വെച്ചേക്കുന്ന വർക്കുകളോട് കിടപിടിക്കാൻ ഇപ്പോൾ അവർക്ക് പറ്റില്ല എന്നുള്ളതൊരു സത്യം തന്നെയായിരുന്നു. പിന്നെ അക്ഷയ് കുമാറിൻ്റെയൊക്കെ പ്രൈം ടൈമിലാണെങ്കിലും മോഹൻലാലും മുകേഷൊക്കെ ചെയ്തു വെച്ചേക്കുന്ന അത്രയും നമ്മൾ മലയാളികളുടെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ അത് സെറ്റായിരിക്കില്ല. പിന്നെ നമ്മളിപ്പോഴും അത് കണ്ടിട്ട് അങ്ങനെയായി എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇവർ ടാർഗറ്റ് ചെയ്തൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 80% ഹിന്ദിക്കാരുടെ ഒപ്പം ഇരുന്നാണ് ഈ സിനിമ കണ്ടത്. അവരെല്ലാം നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫാമിലീസ് ആയിരുന്നു. അപ്പോൾ അവർ ഉദ്ദേശിച്ച ടാർഗറ്റ് ഓഫ് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 120 കോടിക്ക് പിടിച്ച സിനിമ ഇപ്പോൾ തന്നെ ഏതാണ്ട് 135 കോടി രൂപ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായാലും ഒരു 300 കോടി വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു 250 കോടി രൂപ അടിക്കും. അപ്പോൾ അവരുടെ ഉദ്ദേശം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ സിനിമയെക്കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഹൊറർ കോമഡി ജേർണറിൽ ഈ ബോളിവുഡ് ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഓടി വന്നിട്ട് ഞങ്ങളുടെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മമ്മൂക്കാൻ അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയണ്ട. ലാലേട്ടനും മമ്മൂക്കയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. അവർ നല്ല നടന്മാരാണ്. മലയാളത്തിലെ ഒരു നടന്മാരും ചെയ്യണ അത്രയും ഹിന്ദിയിലോ തമിഴിലോ ഉള്ള ഒരു നടന്മാർക്കും ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ അറിയാവുന്ന കാര്യം വെച്ച് നമ്മൾ പിന്നെയും ഈ സിനിമകൾ കാണുമ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് പോയപ്പോൾ എനിക്കറിയായിരുന്നു ഈ സിനിമയിൽ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന്. എക്സ്പെക്ട് ചെയ്ത സാധനം എനിക്ക് അതായിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മളൊരിക്കലും ഇവർ മോഹൻലാലിൻ്റെ പോലെ പെർഫോം ചെയ്യും, മമ്മൂട്ടിയുടെ പോലെ പെർഫോം ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ പോയി കാണണ്ട. അങ്ങനെ പോയി കാണുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ